പെട്ടെന്ന് ഒറ്റ മൈൻഡിൽ നിന്നൊരു യാത്ര പോയാലോ എന്ന് തീരുമാനിച്ചു ഒറ്റയ്ക്ക്. അങ്ങനെ ട്രെയിനൊക്കെ ബുക്ക് ചെയ്തു. മുംബൈയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. 12:10 ട്രെയിൻ. ഓക്ക എക്സ്പ്രസ് ആയിരുന്നു. തലേന്ന് രാത്രി തന്നെ സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോട് വലിയ കുഴപ്പമില്ല, സീറ്റൊക്കെ കിട്ടി. ഒന്ന് ഇറങ്ങി എണീച്ചപ്പോഴത്തേനും ട്രെയിൻ ഗോവ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് മൊത്തം ട്രെയിനിലിരിക്കണം. ഇന്ന് രാത്രി 9:30 നമ്മൾ ലൊക്കേഷനിലെത്തുക. ഞാൻ പലപ്പോഴും ഇങ്ങനത്തെ യാത്രകൾ ഒറ്റയ്ക്ക് ചെയ്യാറുണ്ട്. കാരണം ഇങ്ങനത്തെ യാത്രകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ബന്ധങ്ങൾ കിട്ടും, നല്ല കോൺടാക്ട്സുകൾ കിട്ടും. നമുക്ക് ഫ്യൂച്ചറിൽ പല കാര്യത്തിലും ഉപകാരപ്പെടാറുണ്ട്. കൊങ്കൺ റെയിൽവേയുടെ മറ്റൊക്കെ ട്രെയിൻ പോകുന്നത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ നമ്മൾ ഓരോ ദിവസത്തിന് ശേഷം ഫൈനലി നമ്മളങ്ങനെ മുംബൈയിൽ റീച്ചായി. മുംബൈയിൽ ആളുകൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ലോക്കൽ ട്രെയിനാണിത്. ഇത് രാത്രി 12 മണിക്കുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. അത്രയും ആളുകൾ ഈ ട്രെയിനിനെ യൂസ് ചെയ്യുന്നത്. കുറച്ച് മലയാളി സ്റ്റുഡൻസ് നമ്മൾ ഇവിടുന്ന് പരിചയപ്പെട്ടു. പിന്നെ ഒരു ഹോട്ടൽ നമ്മൾ തിരഞ്ഞു. അങ്ങനെ ഫൈനലി നമുക്ക് ചെറിയൊരു ഹോട്ടൽ കിട്ടി. ഇവിടുന്ന് ഇതായിരുന്നു ഫുഡ്. ഇവൻ വയനാട്ടുകാരായിട്ട് നമ്മൾ ഇവിടുന്ന് പരിചയമായതാണ്. അവന് ഞാനും പിന്നെ മുംബൈ CST നൈസായിട്ട് നൈറ്റ് ലൈഫ് കാണാനൊന്നും ഇറങ്ങി. നല്ല കുഴപ്പമില്ലാത്ത കാര്യം. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. അങ്ങനെ നമ്മൾ കുറച്ച് അവിടെയൊക്കെ ഒന്ന് കറങ്ങി പെട്ടെന്ന് തന്നെ നമ്മൾ റൂം സെറ്റാക്കി. ഒരു ഡോർമെട്രി ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, ബൈ.